ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ കസ്റ്റാർഡ് പൗഡർ കൊണ്ടുള്ളൊരു ഹൽവയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1/2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. വെള്ളം മുഴുവനും അതിൽ ഒഴിച്ചു കൊടുത്ത് കലക്കരുത്, കുറേശ്ശെ അതിൽ ഒഴിച്ചു കൊടുത്ത് കലക്കിയെടുക്കണം. നല്ലതുപോലെ കട്ടകളില്ലാതെ കലക്കിയെടുക്കണം. ഇനി നമുക്ക് ഹൽവ സെറ്റ് ചെയ്യുന്നതിനായി ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് അത് നല്ലതുപോലെ തൂത്ത് കൊടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ അതിലൊന്ന് അലിയിച്ചെടുക്കാം. നമുക്ക് പഞ്ചസാര അലിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് ഈ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ആ പാൻ ചെറുതായതുകൊണ്ട് ആ പാനിൽ നിന്ന് ഞാനൊരു വലിയ പാനിലേക്ക് മിക്സ് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ വലിയ പാൻ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് എടുക്കാനുണ്ട്. കുറച്ചധികം ടൈം നമുക്ക് ഇളക്കേണ്ടതായിട്ട് വരും. അതിനായി ഒരു തടി ഉപയോഗിക്കുക. അപ്പോൾ കൈ പൊള്ളാതിരിക്കും. ഇത് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കണം. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇവിടെ ഞാൻ അരമണിക്കൂറോളം ഇളക്കിയിട്ടുണ്ട്. അടിക്ക് പിടിക്കുന്നെന്ന് തോന്നിയാൽ സിമ്മിലാക്കി കൊടുക്കുക, വീണ്ടും ഫ്ലെയിം അല്പം കൂട്ടി കൊടുക്കുക. അങ്ങനെ ഇത് നല്ലതുപോലെ വറ്റിച്ചെടുക്കുക. ഇവിടെ ഞാൻ നല്ലതുപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. അടിക്ക് പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് നെയ്യ് കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. കുറച്ച് നെയ്യ് കൂടെ ചേർത്താൽ ഹൽവയ്ക്ക് സ്വാദ് കൂടും. ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ കാഷ്യൂ നട്ട്സ്, ആൽമണ്ട്, മുന്തിരിങ്ങ ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ചേർത്ത് യോജിപ്പിക്കാം നമുക്ക്. ഇത് ചൂടോടുകൂടി തന്നെ എണ്ണ തേച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ പരന്ന ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഹൽവയ്ക്ക് തിക്നെസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരന്ന പാത്രം എടുക്കാതെ പൊക്കമുള്ള ഒരു പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. ഹൽവ ഇപ്പോൾ തന്നെ ഇവിടെ ശരിയായിട്ടുണ്ട്. അതിൽ നിന്നും വിട്ടു വരുന്നുണ്ട് പാത്രത്തിൽ നിന്നും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മുകളിൽ വിതറി കൊടുക്കാം. ഇത് വിതറിയ ശേഷം സ്പൂണ് കൊണ്ടൊന്ന് അതിൽ ചേർത്ത് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ 1 മണിക്കൂറിന് ശേഷം ഹൽവ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് നല്ലതുപോലെ വിട്ടു വരുന്നുണ്ട്. ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇവിടെ ഇതാ ഹൽവ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി തിരിച്ചെടുക്കാം. ഇത് നമുക്ക് ഇനി മുറിച്ചെടുക്കാം. ഇവിടെ സൂപ്പറായിട്ടുണ്ട് ഹൽവ. അല്പം തിക്നെസ് മാത്രം കുറവുണ്ട്. അത് ആ പരന്ന പാത്രമായതുകൊണ്ടാണ്. നമുക്കിനി ഇതിൽ നിന്ന് ഒരു പീസ് മുറിച്ചെടുക്കാം. നല്ല സ്വാദാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇവിടെ ഇതാ കസ്റ്റാർഡ് പൗഡർ കൊണ്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്.
ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്